കേരളത്തിനകത്തും പുറത്തും പാരിസ്ഥിതിക സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് സ്വതന്ത്രമായി ഗവേഷണം നടത്തുന്ന ശ്രീ വി ടി പത്മനാഭനാണ് ഇന്ന് കേരളീയം ടോക്കിൽ. നമസ്കാരം മാഷെ. മാഷെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഡൽഹി ഏഷ്യൻ ഗെയിംസ് ഈ ബിൽഡിംഗ് നിർമ്മാണ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ തുടങ്ങി അവസാനം പ്ലാച്ചിമട, ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡിലെ പ്രശ്നങ്ങൾ, അതുപോലെ ചവറ നീണ്ടകരയിലുണ്ടായ റേഡിയേഷൻ പ്രശ്നം, പ്ലാച്ചിമടയിലെ കുടിവെള്ള മലിനീകരണ പ്രശ്നം, ആണവ നിലയങ്ങൾക്കെതിരെയുള്ള ക്യാമ്പയിൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ മാഷ് പഠനം നടത്തുകയും അതൊരു പക്ഷേ ഭരണകൂടത്തിന് അലോസരപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയും സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള വളരെ ശ്രമകരമായ ഒരു ജീവിതം വളരെ ദീർഘകാലമായി മാഷ് നയിച്ചു വരികയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മാഷിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് മാഷ് ഈ ഒരു സ്വതന്ത്ര അന്വേഷണത്തിലേക്ക് എത്തിപ്പെട്ടതെന്നൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. ആദ്യമായിട്ട് മാഷ് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ മാഷ് പൂനെയിൽ പോയല്ലോ. തുടർന്ന് സൈന്യത്തിൽ ചേർന്ന്, ഒരു പക്ഷേ പല ആളുകൾക്ക് അറിയാത്തൊരു കാര്യം കൂടിയായിരിക്കാം, അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതിനെക്കുറിച്ച് ഇപ്പോൾ അധികം പറയാനൊന്നുമില്ലല്ലോ. നമ്മുടെ എല്ലാവരും ചെയ്യുന്ന മാതിരി തന്നെ തൊഴിലിന് വേണ്ടി നമ്മളിങ്ങനെ പോയി. 18 വയസ്സായിരുന്ന സമയത്ത് ബോംബെയിൽ പോയി. ബോംബെയിൽ കുറച്ച് 5-6 മാസം അതും ഇതൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ ഒരു ഇളയച്ഛൻ ഉണ്ടായിരുന്നു ആർമിയിൽ. അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടെ ആർമിയിൽ ചേർന്നു. ഒരു 8 കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും വളരെ സുഖമായ ജീവിതമായിരുന്നു അവിടെ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ MA വരെ പാസ്സായി. അപ്പം മാഷ് ഈ സൈന്യത്തിൽ ചേർന്നുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് MA കഴിയുന്നത് അല്ലേ? ആ, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്താ ഇത് ഈ പട്ടാള ജീവിതം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ എന്തായിരുന്നു കാരണം? അല്ല, എനിക്ക് 5-8 കൊല്ലമൊക്കെ സേവനം ചെയ്താൽ മതി എന്ന് തോന്നി. പിന്നെ ഇങ്ങോട്ട് പോന്നു. പിന്നെ പഠിക്കണമെന്ന് വെച്ചിട്ട് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് JNU എങ്ങനെയായിരുന്നു അവിടെ ഈ MPhil? JNU ഒരു പുതിയൊരു കോഴ്സാണിത്, കമ്മ്യൂണിറ്റി സോഷ്യൽ മെഡിസിൻ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അത് ഈ ആരോഗ്യ പ്രശ്നങ്ങളെ സാമൂഹ്യശാസ്ത്രജ്ഞന്മാരുടെ കണ്ണിൽ നോക്കിക്കാണുക, എങ്ങനെ നന്നാക്കാം എന്നുള്ള പരിപാടിയൊക്കെ. അങ്ങനെ അതിന് ഞങ്ങളാകെ 5 സ്റ്റുഡൻസോ മറ്റുണ്ടായിരുന്നു. ഫസ്റ്റ് ബാച്ചായിരുന്നു, തുടക്കമായിരുന്നു. എനിക്കൊന്ന് 2ാമത്തെ ബാച്ച് 3ാമത്തെ ബാച്ച് മറ്റേ. അപ്പം ഞാൻ അവിടെ SFIയിലായിരുന്നു. അപ്പോൾ SFIയുടെ അന്ന് ഡൽഹിയിൽ SFI ഇവിടെ നാട്ടിലൊക്കെ പോയി മറ്റു കാര്യങ്ങളൊക്കെ, ഫ്ലഡും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അന്വേഷിക്കാൻ പോകുന്ന SFI ആണ്. പിന്നെ എവിടെയെങ്കിലും തൊഴിലാളികൾ സ്ട്രൈക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പോകാറുണ്ട് നമ്മൾ ഇവിടെ സഹായത്തിന്. പിന്നെ പാർട്ടി സമ്മേളനങ്ങൾ ഇതൊക്കെ നടക്കുമ്പോൾ വോളണ്ടിയേഴ്സൊക്കെ ആയിട്ടൊക്കെ പോകുന്നതാണ്. യെച്ചൂരിയൊക്കെ സമയത്തുണ്ടായിരുന്നു. യെച്ചൂരിയൊക്കെ അവിടെ യെച്ചൂരി ഇവിടെ ഉണ്ടായിരുന്നു. പ്രകാശ് അവിടെ ഉണ്ടായിരുന്നില്ല. പ്രകാശ് JNU വിട്ടിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. യെച്ചൂരി ആയിരുന്നു നമ്മുടെ പ്രസിഡന്റ്. പബ്ലിക് ഹെൽത്ത് എന്നുള്ളതാണ് മാഷിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ അന്ന് തെരഞ്ഞെടുത്തത്. അപ്പോൾ അതിനകത്ത് കുറച്ച് നമ്മൾ ഹെൽത്തിനെ കുറിച്ച് പഠിക്കണം. നോട്ട് ആസ് എ മെഡിക്കൽ ഡോക്ടർ പഠിക്കുന്ന കാര്യമായിട്ട്, പക്ഷെ കുറച്ച് ടെർമിനോളജിയും കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ മനസ്സിലാക്കി അങ്ങനെയാണല്ലോ ഇത് ചെയ്യുന്നത്. അങ്ങനെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്കാണ് നമ്മൾ ഈ ഏഷ്യൻ ഗെയിംസിൻ്റെ ഭീകര പ്രോജക്റ്റുകളൊക്കെ നടക്കുന്നു. വീടുകൾ ഉണ്ടാക്കുന്ന, സ്റ്റേഡിയ, പിന്നെ ഹോട്ടൽസ് ഇതൊക്കെ ഉണ്ടാകുന്നു. ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയമായിരിക്കും അല്ലേ? ഇന്ദിരാഗാന്ധിയല്ല, ഇന്ദിരാഗാന്ധിക്ക് ശേഷം വന്ന പുതിയൊരു സാധനം ഉണ്ടായിരുന്നു. 78 ചരൺ സിംഗ് ഒക്കെ ഉള്ള സമയത്താണ്. അവരുടെ ജനതാ പാർട്ടി അങ്ങനെയുള്ള പല കോയലീഷൻസും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഒരു വർക്ക് സൈറ്റിൽ വളരെ വിഷമമുണ്ട് എന്ന് ആരൊക്കെയോ പറഞ്ഞു നമ്മൾ പരിചയക്കാർ. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കി അപ്പോൾ എന്താണെന്ന്. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ ഒക്കെ എനിക്ക് തോന്നി, ഇത് രാജ്യത്തിൻ്റെ തലസ്ഥാനാണിത്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ചൂഷണം. നമ്മൾ വിചാരിക്കുന്നുണ്ടാവുക കൂലി കുറച്ച് കുറവായിരിക്കും എന്നുള്ള കാര്യം ചിലപ്പോൾ നമ്മൾ സമ്മതിക്കും. ഇത് കൂലി കുറവെന്നുള്ളത് മാത്രമല്ല, ഒന്നുമില്ല, ചിലപ്പോൾ കൂലി തന്നെ ഉണ്ടാവില്ല. യാതൊരു മനുഷ്യാവകാശ
ഒന്നുമില്ല. പാലിക്കാതെ പിന്നെ അന്ന് തന്നെ നിയമം ഉണ്ടായിരുന്നു. ഇപ്പം സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിലുള്ള സംവിധാനം വേണം. അങ്ങനത്തെ ഒരു സാധനമില്ല, ഒന്നുമില്ല. ഇവർക്ക് താമസിക്കാൻ സൗകര്യമില്ല. അവരവിടെ തന്നെ മഴയില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ എന്തെങ്കിലും ഇതാക്കിയിട്ട് താമസിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് റിപ്പോർട്ട് മെയിൻ സ്ട്രീമിൽ പബ്ലിഷ് ചെയ്തു. മെയിൻ സ്ട്രീമിൽ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ട് അവിടെയുള്ള ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് അന്നത്തെ ജസ്റ്റിസ് ഭഗവതി കമ്മിറ്റി അയച്ചു. സുപ്രീം കോടതിക്ക് കൊടുത്തൊരു കേസായിട്ടാണ് തോന്നുന്നു. മാഷുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി അതാണ് വെച്ചിരുന്നത്. ഇത് വെച്ചിട്ട് ഇങ്ങനെയാണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ട് ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ഗവൺമെൻറ് നോട്ടീസ് അയച്ചു. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു ഇത് നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, പക്ഷേ ഇതാരാണ് ആരുടെ റൈറ്റ്സാണ് വയലേറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ഈ പെറ്റീഷണറിൻ്റെ വല്ല അവകാശങ്ങളും വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിനാണ് ഭഗവതി പറഞ്ഞത്, കോടതിയുടെ അടുത്ത് വരുന്നവർ അവർ തന്നെ ആയിരിക്കണമെന്നില്ല, കണ്ട അവർക്ക് തോന്നുന്നു ഇത് നിയമവിരുദ്ധമാണെന്ന് കഴിഞ്ഞാൽ കോടതിക്കകത്ത് വരാം. അങ്ങനെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം ഇന്ത്യയിൽ ഒഫീഷ്യലാകുന്നത് ഈ കേസോട് കൂടിയാണ്. ഈ കേസോട് കൂടി. അതിനു മുമ്പ് അങ്ങനെ ഒരു പേരേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് സ്റ്റേബിളായി എനിബഡി കുഡ് ഗോ എന്നുള്ളൊരു ഇത് ആയി. അത് ഗവൺമെൻറ് സമ്മതിച്ചു. കോടതിക്ക് അങ്ങനെ അതൊന്നെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന്. അങ്ങനെ മോഡേണൈസ് ചെയ്യുന്നൊരു സമയമായിരുന്നു ഇന്ത്യയിൽ പല കാര്യങ്ങളിലും. ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിലും എൻവയൺമെൻറ്റൽ ഇഷ്യൂസും ഒക്കെ തന്നെ ഓപ്പൺ അപ്പ് ചെയ്യായിരുന്നു ഇവിടെ. എങ്കിലും അന്ന് ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ട്രേഡ് യൂണിയൻ ഇടപെട്ടിട്ടില്ല. ഇല്ല, അവർക്ക് ട്രേഡ് യൂണിയൻ ഇപ്പോഴും ഇല്ല. അസംഘടിത തൊഴിലാളികൾ അതിപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ അത്രയും തൊഴിലാളികൾ ഇപ്പോൾ ഉണ്ടല്ലോ കേരളത്തിൽ. അവരെങ്ങനെയാണ്? അവർക്ക് യൂണിയൻ ഉണ്ടോ? അവർക്ക് യൂണിയൻ ഇല്ല. അതേമാതിരി തന്നെയാണ്. പക്ഷെ ഇന്ന് അവരൊക്കെ തന്നെ രാജസ്ഥാനിലായാലും ശരി, ഡൽഹിയിലായാലും ശരി, തൊഴിലാളികൾക്കറിയാം കൂലി ഉണ്ടെന്ന്. രാജസ്ഥാനിലെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനും ഇപ്പം ടൗണിലാണെങ്കിൽ, വില്ലേജ് അങ്ങോട്ട് അത്ര ഉണ്ടാവില്ല, ടൗണിലൊക്കെ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് 800 രൂപയാണ് ഇപ്പോൾ മിനിമം കൂലി. ഈ സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ ഈ തൊഴിലാളികളുടെ? കുറേ മാറ്റം വന്നിട്ടുണ്ട്, കുറേ നിയമങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഇൻസ്പെക്ഷൻ, റിക്കോർഡിക്കൽ, ഡോക്യുമെൻറ്റേഷൻ ചെയ്യണവർ, അങ്ങനെ കുറേ നിയമങ്ങൾ വന്ന് കുറച്ചൊക്കെ അവർക്കും കിട്ടിയിട്ടുണ്ടാവും. അന്നുണ്ടായിരുന്ന മാതിരിയുള്ള ആ സ്ലേവറി ടൈപ്പ് റിലേഷൻഷിപ്പൊക്കെ പോയി. കുറച്ചും കൂടി ഇൻസ്പെക്ഷനും ഒക്കെ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇടപെടലിന് ശേഷം മാഷ് ഡൽഹിയിൽ നിന്ന് PhD ഒന്നും ചെയ്യാൻ നിന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? PhD ചെയ്യാൻ നിന്നില്ല. പിന്നെ എനിക്ക് വലിയൊരു താല്പര്യം തോന്നിയില്ല ഇത് ഇങ്ങനെ PhD അക്കാഡമിക് ആയിട്ട് പോകാൻ തോന്നിയില്ല. PhD ചെയ്യാൻ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ വെറുതെ എങ്ങനെ നടക്കാമെന്നുള്ള ലൈനിൽ പോയി. അങ്ങനെയാണ് ഗ്വാളിയർ റയാൻസിൻ്റെ ഒരു മധ്യപ്രദേശിലല്ലേ, നാഗ്ദ, ഉജ്ജയിൻ, മധ്യപ്രദേശ്. ചമ്പൽ എന്ന് പറഞ്ഞൊരു നദിയായിരുന്നു അവിടെയുള്ള. ചമ്പൽ നദിയുടെ തീരത്താണ് ഇതിരിക്കുന്നത്. നമ്മളെ ശരിക്കും മാവൂർ മാതിരി. അവിടെയും അതിഭീകരമായ പ്രശ്നമായിരുന്നു ഈ എയർ പൊല്യൂഷനും. പ്രത്യേകിച്ച് കൂടുതൽ ഞാൻ അവിടുത്തെ ഒരു ട്രേഡ് യൂണിയനിസ്റ്റിനെ കണ്ടു. ട്രേഡ് യൂണിയനിസ്റ്റ് പറഞ്ഞു എനിക്കവിടെ ഈ വർക്കേഴ്സിൻ്റെ ഒരു ക്വാർട്ടേഴ്സിൽ, ഗ്വാളിയർ റയോൺസിൽ വർക്കേഴ്സ് ക്വാർട്ടേഴ്സ് ഒരു കപ്പിൾ ഉണ്ടായിരുന്നു അവിടെ. അവരുടെ വീട്ടിൽ എനിക്കൊരു അറേഞ്ച്മെൻറ്റ് തന്നു, ഭക്ഷണം കഴിക്കാനും ഒക്കെ, താമസവും ഭക്ഷണവും. ഞാനവിടെ ഏതാണ്ട് ഒരു മാസം ആ വീട്ടിൽ താമസിച്ചിട്ട് ഇങ്ങനെ ആൾക്കാരെ കണ്ടു, വീട്ടിലുള്ള പേഷ്യൻസിനെ കണ്ടു, ഫാക്ടറിക്കുള്ളിൽ പോയി ഫാക്ടറി കണ്ടു. അപ്പം അവിടെ ഒരു പ്രത്യേകതരം രോഗമാണ് ഈ കാർബൺ ഡൈസൾഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല സുഗന്ധം ഉള്ളൊരു ഗ്യാസാണ്. അത് ഉപയോഗിക്കുന്നുണ്ട് അവിടെ, വളരെ പ്രൊഫൗണ്ട്ലി ഉപയോഗിക്കുന്നുണ്ട്. ആ ഫാക്ടറിയിൽ എന്തായിരുന്നു ഉൽപാദനം? ഈ ഇവിടെയുള്ള മാതിരി തന്നെ, കോഴിക്കോടുള്ള മാതിരി തന്നെ വുഡ് പൾപ്പ് കൊണ്ട് വുഡ് പൾപ്പിനെ നൂലാക്കിയിട്ട് അതുകൊണ്ട് പിന്നെ ഈ തുണി ഉണ്ടാക്കുന്നത്. അതാണ് ഗ്വാളിയർ റയാൻസ് ചെയ്യുന്നത്.
അപ്പോൾ ഈ പൾപ്പിനെ ലയിപ്പിക്കുന്ന CS2 കാർബൺ ഡൈസൾഫൈഡ് കുറേ ആവശ്യമുണ്ട്. അതിങ്ങനെ പോകുന്ന ഞാൻ ആ ഫ്ലോർ കണ്ടു. നല്ല ഗന്ധമാണ് അവിടെ. നിങ്ങൾ ഓടിപ്പോവുകയില്ല, കാരണം നല്ല ഗന്ധമായതുകൊണ്ട്. അപ്പോൾ വർക്കേഴ്സിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഒരു നല്ല ഗന്ധമുള്ള സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അത് കുറേ ഉണ്ട്. കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 ഒന്നുമല്ല, കുറേ പേരുടെ ഇത്. പിന്നെ അവിടുത്തെ നദിയിലൊഴുക്കുന്ന രസം, മെർക്കുറി, പോയ്സണിങ്, അങ്ങനത്തെ പല പ്രശ്നമുണ്ട്. ഇതൊക്കെ കൂടെ എല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ സൺഡേയിൽ പബ്ലിഷ് ചെയ്തു. അപ്പോൾ സൺഡേ വന്ന് കത്തി നിൽക്കുന്ന സമയം എം ജെ അക്ബർ, സൺഡേ, റവല്യൂഷൻ അങ്ങനെയൊക്കെ ആയിട്ട് സഖാവായിരുന്നു അന്ന്. അപ്പം ഞാനിത് അയച്ച ഉടനെ തന്നെ അവിടുന്ന് റിപ്ലൈ വന്നു, ഞങ്ങൾക്കിത് വെരിഫൈ ചെയ്യണം. എവിടെ നിന്ന് വന്നു? എൻ്റെ അടുത്ത് എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന്. ഓക്കെ ഓക്കെ. ഇത് വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞപ്പം അങ്ങനെ അവിടുന്ന് ഒരു സീനിയർ സബ് എഡിറ്റർ അയച്ചു. അയാൾ വെരിഫൈ ചെയ്തു. ഫോട്ടോ അയാളായിരുന്നു എടുത്തത്, ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല. ഞാനും കൂടെ പോയി രോഗികളെ കാണിച്ചു കൊടുത്തു, ഫോട്ടോ ഒക്കെ എടുത്ത് എന്നിട്ട് അയാൾ പോയി പബ്ലിഷ് ചെയ്തു. നന്നായിട്ട് പബ്ലിഷ് ചെയ്തു. അത് അതിൻ്റെ എഴുത്ത് തന്നെ ഞാൻ ഉപയോഗിക്കാത്ത ഭാഷയിലുള്ള തെറിയാണ് ബിർളയെ പറഞ്ഞത്. നമ്മൾ അന്നും വളരെ മോഡറേറ്റല്ലേ, പേടി ഒക്കെ ഉണ്ട് ഇങ്ങനെ എഴുതുമ്പോഴേ. ബിർളാജിയെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല ബിർളയെ കുറിച്ചിട്ട്. ഞാൻ ബിർള ഇവനെന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിനകത്ത് എഡിറ്റോറിയൽ ഡെസ്കിൽ നിന്ന് ഒരു ബിർള ഗ്യാസ് ഉണ്ടാക്കി. അതൊക്കെ ഒരു പേഴ്സണൽ ലെവലിലുള്ള ഇതല്ലേ. ഞാനങ്ങനെയുള്ള അത് നാട്ടുകാരങ്ങനെ പറയുന്നുണ്ട്. നാട്ടുകാരതിന് ബിർള ഗ്യാസ് എന്നാണ് പറഞ്ഞത്. നമ്മൾ എന്തിനാണ് വെറുതെ ബിർളയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇവൻ്റെ പബ്ലിക്കേഷൻ അങ്ങനെയായിരുന്നു. ബട്ട് ജനറലി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇത് നടക്കുന്നത്. ജനങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഒരു ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്ന ഫാക്ടറി പുറത്ത് നോക്കുമ്പോൾ നല്ല ബോർഡും ഇതൊക്കെ ക്ലീൻ ആയിട്ട് ആയിരിക്കും എല്ലാം. അൺലൈക്ക് ഒരു പുതിയ ഇൻഡസ്ട്രീസൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഈവൻ എനിബഡി ഇതിനുള്ളിൽ ഇങ്ങനത്തെ പരിപാടി നടക്കുന്നുണ്ടെന്ന് ആദ്യമായിട്ടാണ് തൊഴിലാളികളല്ലാതെ മറ്റുള്ളവരൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടൊരിതും പിന്നെ അങ്ങനെ വന്നു. അങ്ങനെ അതിനെക്കുറിച്ചും കുറേ കമ്മിറ്റികളൊക്കെ ഉണ്ടായി പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്തത്. ശരിക്കും എന്തായിരുന്നു ഇത്? തൊഴിലാളികളുടെ ആരോഗ്യ പ്രശ്നം എന്തായിരുന്നു ഈ കാർബൺ ഡൈ സൾഫേറ്റ് മാഷ്? ഹെമിപ്ലീജിയ, പ്രധാനമായിട്ടും ഹെമിപ്ലീജിയ എന്ന് പറഞ്ഞിട്ടുള്ള രോഗം. ഹെമിപ്ലീജിയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പകുതി ഭാഗം പക്ഷ ആഘാതം, പകുതി ഭാഗം നിങ്ങൾ പോകും. അതുവരെ മാഷിതിൽ എഴുതുന്നവരെ ആരും തന്നെ തൊഴിലാളികളുടെ ആരോഗ്യത്തിന്റെ പ്രശ്നം, രോഗത്തിന്റെ കാരണം ഇതാണെന്ന് ആരും പറഞ്ഞിരുന്നില്ല. ഇന്ത്യയിൽ എഴുതുന്നുണ്ടായിരുന്നില്ല, വിദേശത്തുണ്ടായിരുന്നു. വിദേശങ്ങളിൽ അവർ കംപ്ലയിൻറ്റ് കൊടുക്കുകയും പിന്നെ അവരുടെ ഫാക്ടറി ഇൻസ്പെക്ടറേറ്റൊക്കെ വന്ന് പിന്നെ സയൻറ്റിസ്റ്റുകളൊക്കെ പോയി സ്റ്റഡിയൊക്കെ നടത്തി, അതൊക്കെ ഉണ്ടായിരുന്നു. അത്തരം ഒരു റിപ്പോർട്ടിൻ്റെ ബേസിൽ നിന്നാണ് എനിക്ക് ഇതിൻ്റെ സയൻസ് കൂടി കിട്ടിയത്. എങ്ങനെയാണ് ഈ രോഗം ഇവിടെ ഉണ്ടാകുന്നത്. നമ്മൾ ഇത് മാത്രം പോരല്ലോ, രോഗികളുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഇതെങ്ങനെ അവിടെ വന്നു എന്നുള്ളൊരു സയൻസ് കിട്ടിയിരിക്കുന്നത് എനിക്ക് അവിടെ ഇല്ല. ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടി നടന്നിട്ടില്ല അതിനു മുമ്പ്. അപ്പോൾ അത് പാർലമെൻറ്റിൽ ചർച്ചയായി. പിന്നെ എന്തെങ്കിലും കമ്മിറ്റികളൊക്കെ കൂടിയിട്ടുണ്ടാവും, അവർ കൂടിയിട്ട് കുറേ അന്വേഷണം നടത്തിയിട്ടുണ്ടാവും. ചില ഫാക്ടറികളിൽ ഇത് അവരതിന് വേണ്ടുന്ന ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഉണ്ടാവും. കാര്യമായ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. പിന്നെ ഹൈജീൻ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണോ മാഷ് ഛത്തീസ്ഗഡിലേക്ക് പോകുന്നത്? അല്ല, ഞാൻ അത് കഴിഞ്ഞ് ഈ സ്റ്റഡിയും കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഒന്ന് അവിടെ ഇവിടെയൊക്കെ പോയി, ജബൽപൂർ അവിടെ ഇവിടെയൊക്കെ പോയി നേരെ അവൻ്റെ അടുത്ത് പോയി. അവിടെ നിന്നാണ് ഇത് എഴുതിയത്, നിയോഗിൻ്റെ അടുത്ത് നിന്ന്. ഓക്കെ. ഈ റിപ്പോർട്ട് എഴുതിയതൊക്കെ നിയോഗിൻ്റെ ഓഫീസിൽ. ഓക്കെ ഓക്കെ. നിയോഗിനെ കണ്ട സമയത്ത് ഈ ഛത്തീസ്ഗഡ് ഈ മൈൻ തൊഴിലാളികളുടെ സംയുക്ത മൈൻ തൊഴിലാളികളുടെ സംഘടനയൊക്കെ ശക്തമായി നിൽക്കുന്ന സമയമായിരുന്നു. എന്തായിരുന്നു അന്നത്തെ കാര്യം ഒന്ന് ഓർക്കുന്നുണ്ടോ? അന്ന് അവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? അല്ല, അന്ന് നടന്നുകൊണ്ടിരുന്ന ഓർമ്മയില്ലാണ്ടത്. അത് അവിടെ ഈ ഇവർ അന്ന് ചെയ്ത ക്രഷറിൽ ഈ ചെയ്യുന്നത് അവിടെ ആയിരക്കണക്കിന് തൊഴിലാളികൾ, 12,000 മറ്റും ഉണ്ടായിരുന്നു തൊഴിലാളികൾ. സ്റ്റീലിന് വേണ്ടി കോൺട്രാക്ട് വർക്കേഴ്സ് ഉണ്ട്. സ്റ്റീൽ മില്ലാണ്, ഭിലായ് സ്റ്റീൽ മില്ലാണത്. അല്ല, ഭിലായ് സ്റ്റീൽ മില്ലാണ്, BSP. ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് വേണ്ടി ഉള്ള അയറൺ ഓറ്
ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അയറൺ ഓർ ഉണ്ടാക്കുന്നത് തന്നെ ഇന്നത്തെ മാതിരി ക്രഷറൊന്നുമില്ല അവിടെ. അത് ഈ വലിയ പാറ പൊട്ടിച്ച പാറ കഷ്ണങ്ങളെ ചുറ്റിക കൊണ്ട് അടിച്ചിട്ട് അവരൊരു റിക്വയർഡ് സൈസ് ഉണ്ട്, ആ സൈസ് ആക്കിയിട്ട് കൊടുക്കുകയാണ് ഈ തൊഴിലാളികളുടെ പണി. ഇവർ കോൺട്രാക്ട് വർക്കേഴ്സാണ്, ഇവർ കമ്പനിയായിട്ടൊരു ബന്ധമില്ല. അവിടെ 1977 വരെ ഇവർക്ക് യൂണിയനും ഇല്ല കാര്യമായിട്ട്. യൂണിയൻ ഉണ്ട്, AITUC യൂണിയൻ ഉണ്ട്, കാര്യമായിട്ടുള്ള ഒന്നും കിട്ടത്തില്ല. കുറച്ചെന്തെങ്കിലും കിട്ടും. ബാക്കി യൂണിയനും മാനേജ്മെൻറ്റ്, ഈ കോൺട്രാക്ടേഴ്സും മാനേജ്മെൻറ്റും തമ്മിലുള്ള നല്ലൊരു കളിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സമരം AITUCയുടെ നടന്നു, ആദ്യമായിട്ടാണ് നടന്നത്. ഇവർ മൊത്തം BSPക്കാരെല്ലാവരും ചെയ്ത സമരമാണ്. അതിനകത്ത് ഇവരും ഉണ്ടായിരുന്നു. 12,000 പേര് ഇവരും, മറ്റവർ 1000, 1500 മറ്റേ ഉണ്ടാവും പെർമനൻറ്റ്. അപ്പം ഇവരുടെ ഡിമാൻഡ് ശമ്പളം കൂട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിലും ഇതൊക്കെ തന്നെ, കൂലി കൂട്ടണം എന്നുള്ള ലൈനിലും അങ്ങനെ അതൊക്കെ ബോണസ്, അതൊക്കെയായിരുന്നു പ്രശ്നം. അപ്പോൾ ഇത് സമരം ഒത്തുചേർന്നപ്പം സ്ഥിര തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്ന ഏതാണ്ട് എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു കൊടുത്തു. ഇവരുടേത് ഇവർക്ക് കാര്യമായിട്ടൊന്നും കൊടുക്കാണ്ട് ഇവർക്ക് തോന്നി, തൊഴിലാളികൾക്ക് മൊത്തം തോന്നി അവരൊരു മൈൻഡ് ചെയ്തിട്ടുള്ള യൂണിയൻ ബിട്രേഡേഴ്സ് എന്ന് ഞങ്ങളെ വഞ്ചിച്ചു എന്ന് തോന്നിയപ്പോൾ അന്ന് നിയോഗി 77 ഒരു എമർജൻസിയിൽ ജയിലിലൊക്കെ ആയിരുന്നു. ജയിലിൽ നിന്നൊക്കെ വന്ന് വീട്ടിലിരിക്കുകയാണ്. അയാൾക്ക് പണിയൊന്നുമില്ല. ഇവരെ കല്യാണം കഴിച്ചു, അവിടെ താമസിക്കുകയായിരുന്നു. ഒരു മൈനിങ് ഏരിയയിലാണ്, പക്ഷേ അവിടെയല്ല, ഈ അയറൺ ഓറുള്ള ഏരിയയിലല്ല. നടക്കുമ്പോൾ നിയോഗിയെ കണ്ടു ഇവർ. അപ്പോൾ നിയോഗിയോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ക്വാർട്ടേഴ്സ് തരാം, നിങ്ങൾ ആവശ്യപ്പെടുന്ന സാലറിയും തരാം, കുടുംബമായിട്ട് താമസിക്കാൻ അവിടെ തരണമെന്ന് പറഞ്ഞു, ഞങ്ങൾ നയിക്കണമെന്ന് പറഞ്ഞു. അപ്പം നിയോഗി പറഞ്ഞു, എനിക്ക് അവരുദ്ദേശിച്ചിരുന്നത് ഗവൺമെൻറ് BSPയുടെ തന്നെ ക്വാർട്ടേഴ്സ് ഉണ്ട് അവിടെ, ഫ്ലാറ്റ് മാതിരിയുള്ള സ്ഥലം, മോഡേൺ ടൈപ്പ്, എല്ലാ ഫെസിലിറ്റിയും, ഇലക്ട്രിസിറ്റിയും ബാത്റൂമൊക്കെ ഉള്ള, അത് വാടകയ്ക്ക് എടുത്ത് കൊടുക്കാമെന്നാണ് അവർ വിചാരിച്ചു. അയാൾ പറഞ്ഞു ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങൾ താമസിക്കുന്ന മാതിരിയുള്ള ഒരു വീടുണ്ടാക്കി തന്നു. അപ്പം അതിപ്പോൾ നമ്മൾ ആദിവാസി കുടിൽ മാതിരിയുള്ള സാധനമാണ്. അങ്ങനെ അതുണ്ടാക്കി തരണം, പിന്നെ എൻ്റെ ചിലവ് നിങ്ങൾ സാധനം വീട്ടിൽ മേടിച്ചു കൊടുക്കണം, ഈ കണ്ടീഷൻസാണ്, ശമ്പളം ഒന്നും മേടിക്കില്ല. അപ്പോൾ അങ്ങനെ അയാൾ വന്നു ഈ ലെഡ് ദിസ് മൂവ്മെൻറ്റ്. ആ മൂവ്മെൻറ്റ് ലീഡ് ചെയ്തിട്ട് നല്ല ലെവലിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5 ഇരട്ടി വരെ ഇവരുടെ ഇൻകം ഒറ്റൊരു സമരത്തിൽ കൂടി. 12 പേര് കൊല്ലപ്പെടുകയും ചെയ്തു അതിൽ തന്നെ. പക്ഷേ അതിനേക്കാൾ എത്രയോ ഇതാണ്, ഫാർ റീച്ചിങ് ചേഞ്ചസാണ് അതുകൊണ്ട് വന്നത് ഇവരുടെ വരുമാനത്തിൽ. പിന്നെ അയാൾ ശരിക്കും ഒരു നല്ലൊരു ഒരു പ്ലാനിങ്ങുള്ളൊരു മനുഷ്യനാണ്. രാഷ്ട്രീയവും പിന്നെ നിർമ്മാണം, തൊഴിലാളികളുടെയും സംഘർഷ നിർമ്മാണം അതൊക്കെ ഉള്ളതായിട്ട്. അപ്പോൾ അവർ തന്നെ ഓട്ടോണമി ഉണ്ടാക്കി. ഹോസ്പിറ്റൽ മദ്യമാണ് ആദ്യമായിട്ട് നിരോധിച്ചത്. കാരണം ഇയാൾ നോക്കുമ്പോൾ വരുമാനം കൂടി തൊഴിലാളികളുടെ. പക്ഷെ കൂടുതലും വീട്ടിൽ പഴയതുമായിരുന്നു, പട്ടിണി തന്നെയാണ്. ലഹരിയിലേക്ക് പോയി പൈസ അല്ലേ. മുമ്പും കുടിക്കായിരുന്നവർ, ആ കുടിയുടെ വോളിയം കൂടി, ഇപ്പോൾ കുടിയായി. അപ്പോൾ ഉടനെ തന്നെ പിന്നെ അവരോട് തന്നെ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പം പെണ്ണുങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ പോയി കെട്ടിയിട്ട് തല്ലുക എന്നുള്ളൊരു പരിപാടി. അതൊന്നും ആകെയിൽ ഔട്ട്സൈഡർ ഇവനേ ഉള്ളൂ നിയോഗി. ബാക്കിയുള്ള മുഴുവനും അവിടെയുള്ള ആൾക്കാർ. 3 ലീഡേഴ്സും ഉണ്ട്, പ്രസിഡൻറ്റ്, ട്രഷറർ, സെക്രട്ടറി, അങ്ങനെയുള്ള 4 നേതാക്കന്മാരും ഉണ്ട്. 3 പേര് ലോക്കലാണ്, അവിടെ നിന്നുള്ള ആൾക്കാർ. ഒന്നിയാളും അവരൊന്നും അതിനകത്ത് ഇടപെടുന്നില്ല. അങ്ങനെ ഇത് മദ്യം നിർത്തിയത് സ്ത്രീകളുടെ ഒരു പ്രഷറും, കമ്മ്യൂണിറ്റി പ്രഷറും ഫാമിലി പ്രഷറും. അവർക്ക് അതുകൊണ്ട് പൈസ കുറെ കൂടി. അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പലരും പിന്നെ ഈ ബ്ലേഡ് കമ്പനികളൊക്കെ തുടങ്ങിയ ആൾക്കാർ, തൊഴിലാളികളാണ്. അതുകൊണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ വിദ്യാഭ്യാസം നല്ല ഇതിനൊക്കെ വെച്ചു.
അതേപോലെ അന്ന് ഈ ഛത്തീസ്ഗഡ് മൈൻ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നല്ലോ ഷഹീദ് ഹോസ്പിറ്റൽ. പക്ഷേ ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു പരീക്ഷണം ആദ്യമായിട്ട് തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികൾ തന്നെ ഒരു ആശുപത്രി ഉണ്ടാക്കുന്ന ഒരു അത് ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. മാഷ് അവിടെ പോയപ്പോൾ അപ്പോൾ ഹോസ്പിറ്റലിൽ കംപ്ലീറ്റ് ആയിരുന്നു, വർക്ക്ഷോപ്പും കംപ്ലീറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് മാഷ് ഛത്തീസ്ഗഡിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുകയും അങ്ങനെ അങ്ങനെ അവിടുന്ന് പിന്നെ കേരളത്തിലല്ലേ മാഷ് കുറച്ചു കാലം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തത്? ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡിന്റെ ഈ ധാതുകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കുന്നത് ഇതിന് ശേഷമല്ലേ? അതിന് ശേഷമാണ്. ഞാൻ പിന്നെ വിചാരിച്ചു, എന്നോട് ഇയാൾ തന്നെ പറഞ്ഞു, നീ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്, എനിക്ക് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ പറ്റില്ല. ഹിന്ദി അറിയില്ലായിരുന്നു? ഹിന്ദി അറിയാം, അതല്ലല്ലോ അവരുടെ ഭാഷ ഛത്തീസ്ഗഡി അറിയില്ല. പിന്നെ ഞാൻ ഇന്ത്യയിലൊരു സാധനം ഇറക്കുന്നുണ്ടായിരുന്നു, മിത്താൻ എന്ന് പറഞ്ഞിട്ട് പേപ്പർ. അതിന് തൽക്കാലം എഡിറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാനായിരുന്നു എൻ്റെ എഡിറ്റർ. അത് എവിടെ നിന്നായിരുന്നു പബ്ലിഷ്? അവിടെ തന്നെ എൻ്റെ ഓഫീസിൽ നിന്ന്. ഞങ്ങളെല്ലാവരും ഒറ്റ മുറിയിലിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ. ഒരു ചെറിയൊരു ഓഫീസ് മുറിക്കകത്ത് ഞാനും നിയോഗിയും എൻ്റെ ടൈപ്പ് റൈറ്ററും ഒക്കെ അതിനകത്ത് തന്നെ ഒരു ഒറ്റ മുറിയിൽ. അതുകൊണ്ട് ഒരു കാഷുകളും അവരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ എന്നോട് അയാൾ പറഞ്ഞു, നീ എന്താ അവിടെ നിൽക്കുന്ന, നീ എവിടെയെങ്കിലും വരെ പോയിട്ട് എന്തെങ്കിലും ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞാനിത് കേരളത്തിൽ ഒന്ന് വരണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കി ഈ കൊച്ചിയിൽ ഏലൂരിലൊന്ന് പോയിട്ട്, ഏലൂരിൽ പോയിട്ട് ഞാൻ യൂണിയൻകാരെ കണ്ടപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണുന്ന IREയുടെ നേതാക്കൾ. ആരാണ്? ഇന്ത്യൻ റെയർ എർത്ത്സിൻ്റെ CITU-കാരനെയാണ് കാണുന്നത്. അപ്പോൾ അവനാണ് പറഞ്ഞത്, സാറെ വേറെ എവിടെയും പോകല്ലേ, ഇവിടെ തന്നെ നമ്മുടെ അടുത്ത് തന്നെ, ആദ്യം ഇത് സ്റ്റഡി ചെയ്തിട്ട് മറ്റുള്ളതൊക്കെ പിന്നെ നോക്കാം നമുക്ക്. അവിടെ ഈ തോറിയം മോണോസൈറ്റിന്റെ പ്രോസസ്സിംഗ് നടക്കുന്ന സ്ഥലം അല്ലേ? അത് അവിടെയാണ് തോറിയം എന്ന് പറയുന്നത്. മോണോസൈറ്റ് എന്ന് പറയുന്ന ഒരു ധാതുവാണ്. അതിനകത്ത് ഒരു 10-17 ലോഹങ്ങളുണ്ട്. ഒന്ന് തോറിയമാണ്, റേഡിയോ ആക്റ്റീവാണ്. മറ്റ് സാധനങ്ങളൊക്കെ നമ്മുടെ മറ്റു പല ഇത് സിവിൽ ഉപയോഗങ്ങളൊക്കെ ഉപയോഗിക്കുന്ന, കണ്ണടയിലൊക്കെ ഉപയോഗിക്കുന്ന കുറേ കെമിക്കൽ എലിമെൻറ്റ്സ് ഉണ്ട്. ഇത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഇന്ത്യയിലെ ഒറ്റ യൂണിറ്റാണ് ഏലൂരുണ്ടായിരുന്നു. ഇതിന് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് കിട്ടുന്ന തോറിയം ആണവ ഇന്ധനമായിട്ട് ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കാം, എന്നിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെയുള്ള പരീക്ഷണങ്ങളും അന്ന് നടന്നുകൊണ്ടിരുന്നു. പരീക്ഷണങ്ങളൊക്കെ നടന്നു. തോറിയം കൊണ്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാം, പക്ഷേ അത് സക്സസ്ഫുള്ളായിട്ടുള്ള ടെക്നോളജി ഇല്ല. ഇന്നുവരെ ആരും ഇന്നുവരെ ലോകത്തിലൊരു റിയാക്ടറും എക്സ്പെരിമെൻ്റൽ റിയാക്ടർ ഒഴിച്ചിട്ട് കമേഴ്ഷ്യൽ റിയാക്ടർ ഇതിൻ്റെ ഇല്ല. 20 വർഷമായിട്ട് ഇന്ത്യ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു 6 കൊല്ലം കൊണ്ട് അത് കമ്മീഷൻ ചെയ്യേണ്ടതാണ്. ഇതുവരെ കമ്മീഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല കൽപ്പാക്കത്ത്. അപ്പോൾ ഇതിന് ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റേഡിയേഷൻ ഉള്ളത് ഇതിനകത്ത് റേഡിയേഷൻ ഉണ്ടാവും, ഭീമമായിട്ടുള്ള റേഡിയേഷൻ ഉണ്ടാവും. ഇത് പ്യൂരിഫൈ ചെയ്ത് കിട്ടും. ഇത് ഓരോ മണൽത്തരിയും ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് എലിമെൻസിന് സെപ്പറേറ്റ് മാറ്റുവാണ്. അപ്പോൾ ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു ഇവിടെ. ഒരു ക്യാൻസർ പേഷ്യൻസ് ഉണ്ടായിരുന്നു, ക്യാൻസർ കൊണ്ട് മരിച്ച ആൾക്കാരുണ്ടായിരുന്നു, മക്കൾക്ക് അസുഖമുള്ള ആൾക്കാരുണ്ടായിരുന്നു, അങ്ങനെ പല ഇതും ഉണ്ടായിരുന്നു. പക്ഷെ തൊഴിലാളികൾ ആ സമയത്ത് ഇതിനെപ്പറ്റി ബോധവാന്മാരായിരുന്നില്ല അല്ലേ? അവർക്ക് അല്പം ഇതുണ്ടായിരുന്നു, അതായത് തീരെ ഇല്ലിറ്ററേറ്റ് ആയിരുന്നില്ല. റേഡിയേഷൻ ഉണ്ടെന്നറിയാം, റേഡിയേഷൻ ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അത് എത്രമാത്രം അപകടപരമാണ്. ഇവരൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത് അനുവദനീയമായ ഒരു റേഡിയേഷൻ ഉണ്ട്, അതിൽ താഴെയേ ഉള്ളൂ, നിങ്ങൾക്കൊന്നും പ്രശ്നമില്ല എന്നാണ്. അത് ആർക്കും അറിയില്ലായിരുന്നു. അപ്പം ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. ആ റിപ്പോർട്ട് EPW-യിലാണോ? EPW-യിൽ പബ്ലിഷ് ചെയ്തു. 3 ആർട്ടിക്കിളായിട്ടാണ്. ഒരു റിപ്പോർട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിലാണത്. ഓക്കെ. അത് പക്ഷേ അതിൻ്റെ ചുവന്നൊരു കവറൊക്കെ ആയിരുന്നു. അതിവിടെ ആരും വിറ്റിട്ടില്ല. അതിപ്പോഴും എൻ്റെ പ്രിൻ്റ് ചെയ്ത കോപ്പി മുഴുവനും അവരുടെ ഏതൊരു ഓഫീസിലുണ്ട്, പരിഷത്തിൻ്റെ. വിദേശത്തൊക്കെ അയച്ചിട്ടുണ്ട്, ഇവിടെ വെക്കേണ്ടതെന്ന്. അത് തന്നെയാണ് EPW-യിലും പ്രസിദ്ധീകരിച്ചത്. അതിനെന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടായോ? അതിന് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടായി. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ ജനങ്ങൾ ആ റിപ്പോർട്ട് കേരളത്തിലെ മൊത്തം ഏതാണ്ട് മൊത്തം
ഒരു നല്ലൊരു റിസപ്റ്റീവായിരുന്നു. സാധാരണ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര റിപ്പോർട്ട് അതിനെക്കുറിച്ചിട്ട് മാതൃഭൂമി, മലയാളം, മനോരമ എല്ലാ പത്രങ്ങളിലും വന്നിരുന്നു. ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് എല്ലാ പത്രങ്ങളിലും നല്ല പോലെ റിവ്യൂ വന്നു, നല്ലപോലെ റിപ്പോർട്ട് വന്നു. പബ്ലിക് ഒരു സിനിമ ഉണ്ടാക്കിയിരുന്നു KP ശശി, എൻ്റെ പേര് ലിവിങ് ഇൻ ഫിയർ എന്നായിരുന്നു. അതും വല്ലാണ്ട് ആൾക്കാരെ നോവിച്ചു. ഇത് ചെയ്തു. അത് കേരളത്തിലെ പല ഗ്രാമങ്ങളിലും കാണിക്കുകയും കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ ജനങ്ങളെ നേരിട്ട് കാണിച്ചൊരു പടമാണ്. ഇന്ത്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ആൻറ്റി ന്യൂക്ലിയറിന് വേണ്ടി ഉപയോഗിച്ചൊരു സാധനമായിരുന്നു. അപ്പം അതിങ്ങനെ ക്യാമ്പയിൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി ഇപ്പോൾ പയ്യന്നൂർ 2 മീറ്റിംഗ്, കണ്ണൂർ മീറ്റിംഗ്, മീറ്റിങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവസാനം അപ്പം ഈ മാനേജ്മെൻ്റ് ആകെ ഞാൻ വെട്ടുപിടിച്ചപ്പം അവർ MK പ്രസാദ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സാറ്, ഞാൻ ഒക്കെ കൂടി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇത് നിർത്തണമെന്ന്, ഈ പരിപാടി നിർത്തണമെന്ന്. ഈ റേഡിയേഷൻ ഉണ്ടാക്കുന്ന അല്ല, ഈ പബ്ലിക് മീറ്റിങ്ങുകളും ക്യാമ്പയിൻ സിനിമ കാണിക്കുന്നതും നിർത്തണമെന്ന്. തൊഴിലാളി യൂണിയന്റെ പ്രതികരണം എന്തായിരുന്നു? തൊഴിലാളി യൂണിയനും പറഞ്ഞു, നിർത്താൻ പറഞ്ഞു. നിർത്തിയില്ല, കാല് കല്ലു പിടിക്കുന്നത്. അപ്പോൾ ഇവനിപ്പോഴും എൻ്റെ ഫ്രണ്ടാണ്. മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ട് റേഡിയോ നേതാവാണ്, എന്നെ അധികം സഹായിച്ചത്. എന്തുകൊണ്ടാണ് അവർ കമ്പനിയുടെ പ്രസിഡൻ്റായിരുന്നു. എൻ്റെ കമ്പനി തൊഴിലാളികളെ പേടിപ്പിച്ചു, ഞങ്ങൾ പൂട്ടി പോകുന്നു, ഞങ്ങൾ പൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ക്യാമ്പയിനും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ നമുക്ക് അതിനുള്ള ഇതൊന്നുമില്ല, ഈ ഒരു തൊഴിലാളികളുമായിട്ടും ഒക്കെ ഒരു സമരം ചെയ്യുന്നു. നമ്മൾ ഈ ലെവലിൽ ചെയ്യുന്ന ആൾക്കാരല്ലേ, ആർഗ്യുമെൻറ്റും ഡിബേറ്റും ഒക്കെ ചെയ്യുന്നതാണ്. തല്ലിനൊന്നും പിടിക്കാനൊന്നും പോകുന്നു. തല്ലാന്നാലും തല്ലൊന്നുമില്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു പോകും. ഞാൻ പറഞ്ഞു, പിന്നെ ഞാനല്ല പിന്നെ ചെയ്യുന്ന ഇവിടെയുള്ള ക്ലബ്ബുകളും KP സതീശൻ കൂടിയാണ്. ഞാൻ സതീഷിനോട് പറഞ്ഞു, ഇത് നമുക്ക് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. സതീഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിർത്തിക്കളയാം. സർക്കാർ ഇതിനോട് യാതൊരു പ്രതികരണം നടത്തിയില്ലേ? സർക്കാരിന് കാര്യമായിട്ട് പ്രതികരണത്തിനുള്ള കാര്യമൊന്നുമില്ല. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്. സർക്കാരിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. പോലീസുകാർ വരും. നമ്മൾ എവിടെയും പോയിട്ട് ഒന്നിനും പോകുന്നില്ലല്ലോ. പിക്കറ്റിങ്ങും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ വൈകുന്നേരം പോയി മീറ്റിംഗ് നടത്തും, സംസാരിക്കും, സിനിമ കാണിക്കും, എന്നിട്ട് വരും. അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചുകാരനുണ്ടാവും. സ്പെഷ്യൽ ബ്രാഞ്ചുകാരന് മനസ്സിലാവില്ല എന്നാണ് ഇയാളെന്തായി പറഞ്ഞത്. അപ്പോൾ എല്ലാവരെയും പോയിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചുകാരനെ ഇയാൾ പോയി ബ്രീഫ് ചെയ്യും, ഒരേ കാര്യം തന്നെ. അവർക്കൊന്നും പ്രശ്നമില്ല. അവർ ഇത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിച്ച് വേറെ എന്തോ ഇങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ വന്നു. അത് വല്ലാണ്ട് ഇൻ്റർനാഷണലായി. അത് പിന്നെ ഈ ദൂരദർശനിൽ വന്നു എൻ്റെ ഒരു ഇൻ്റർവ്യൂ MJ അക്ബർ ചെയ്ത്. അതോടുകൂടെ ആ പരിപാടി തന്നെ ദൂരദർശനം ഇല്ലാണ്ടാക്കി. പ്രഷർ കൊണ്ടാണോ? കമ്പനിയുടെ പ്രഷറാണോ? കമ്പനിയല്ല, സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ MJ അക്ബറിൻ്റെ ആ പരിപാടി അതോടെ നിന്നുപോയി. അത് ഒരു സ്പെഷ്യൽ പരിപാടിയായിരുന്നു. ഇങ്ങനത്തെ തന്നെ ഈ വഴിയോരത്തുള്ള റാഡിക്കലായിട്ടുള്ള ഒപ്പീനിയൻസൊക്കെ കാണിക്കുന്ന ഒരു സാധനമായിരുന്നു. അത് വേണ്ടെന്ന് പറഞ്ഞു. ഗവൺമെൻറ് അത് നിർത്തി കളഞ്ഞു ദൂരദർശൻ. അങ്ങനെ വന്നു. അതിനത് പിന്നെ അവർ തീരുമാനിച്ചു, ഇത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഇവിടെ ഇവർ 35,000 ടൺ തോറിയം, പ്യുവർ തോറിയം ഹൈഡ്രോക്സൈഡ്. ഈ തോറിയം ഒരു പഴയ ബിൽഡിങ്ങുകളിലും, ഒരു ബിൽഡിങ്ങൊന്നുമില്ല. ഇത് 10-35 കൊല്ലം 1950 തുടങ്ങിയ ഫാക്ടറിയാണ്. 10-35 കൊല്ലം ഇത് സ്റ്റോർ ചെയ്യാനുള്ള പ്രൊവിഷൻ അന്നുണ്ടായിരുന്നില്ല. അന്ന് ഇവരെന്ത് വിചാരിച്ചു, നമ്മൾ ഓരോ കൊല്ലം ഉണ്ടാക്കുന്ന സാധനം നമ്മുടെ ആണവ റിയാക്ടറിൽ പോവും, അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ട് തീർന്നു. സ്റ്റോക്ക് ചെയ്യേണ്ടി വരില്ല. ഇത് അങ്ങനെ പോരാ. ഇത് ബിൽഡിങ്ങൊന്നും ഇല്ല അവരെടുത്ത്. പിന്നെ കണ്ടിരിക്കുന്ന empty സാധനങ്ങളിലൊക്കെ തന്നെ അവിടെ കൊണ്ടുപോയി തട്ടിയിട്ട് കംപ്ലീറ്റ് കുളമായിരുന്നു. അപ്പം അത് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടമല്ലേ? അകത്തിരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആദ്യം അങ്ങനെ അതിൻ്റെ ലൊക്കേഷൻ നോക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ ബിൽഡിങ്ങിൻ്റെ 10 മീറ്റർ 20 മീറ്റർ അകലെയാണ് പെരിയാർ.
അപ്പം ഈ പെരിയാറിൽ ഫ്ലഡ് വരുമ്പോൾ ഇത് ഉയർന്ന സ്ഥലമല്ല. പെരിയാറിന് അക്കരയാണെങ്കിൽ കുറച്ചും കൂടി ഉയർന്നതാണ്. ഇക്കരെ ഇരിക്കുന്ന സ്ഥലത്ത് നോർമൽ ഫ്ലഡിൽ ഇത് ഇവിടെ വെള്ളം കയറുന്നതാണ്. കഴിഞ്ഞ ഫ്ലഡിലൊക്കെ മുഴുവനും മുങ്ങിയായിരുന്നു ഇത്. അപ്പോൾ അതിനകത്ത് തന്നെ ബിൽഡിംഗ് തന്നെ പഴയ ബിൽഡിംഗ്, ഏറ്റവും പഴയ ബിൽഡിംഗ് വലിയത്, അതിനകത്ത് 20,000 ടണ്ണോ 25,000 ടണ്ണോ ഇട്ടുണ്ടായിരുന്നു. അതിനകത്ത് ബിൽഡിംഗ് ക്രാക്ക് ചെയ്തിരിക്കും. അതിൻ്റെ ഇതുണ്ട്, 1 മീറ്റർ നീളത്തിലുള്ള ക്രാക്കും അതിൽ കൂടെ അതിൻ്റെ ഒരു കളർ ബ്രൗണിഷാണ്. അത് ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ലീക്ക് വാസ് വിസിബിൾ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അവരുടെ തന്നെ സയൻറ്റിസ്റ്റ് വന്ന് നോക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞു ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, നിർത്തിക്കൊന്നിരുന്നു അവർ. അങ്ങനെ ഡീകമ്മീഷൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാസ്റ്റർ ഇടപെടലിന് ഒരു പ്രയോജനം ഉണ്ടായിന്ന് പറയാം അല്ലേ? അതല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ എനിക്കറിയില്ല. എന്തെങ്കിലും ഡീകമ്മീഷൻ സാധാരണ ഡീകമ്മീഷൻ ചെയ്യണം. ഒരു ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഡേഞ്ചറസ് ലെവലിൽ എത്തുമ്പോൾ ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ്. ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ കഴിഞ്ഞ ഫ്ലഡിൽ ഇത് അറബിക്കടലിൽ പോയതിന് സാധനം. ഈ പശ്ചാത്തലത്തിലാണ് മാഷ് ദുരന്തത്തിന്റെ നൂറ്റാണ്ടിലേക്ക് എന്നുള്ളൊരു പുസ്തകം എഴുതുന്നത്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? എന്തായിരുന്നു അതിൻ്റെ? അത് ഇതിനെക്കുറിച്ച് തന്നെ ഇതിനെക്കുറിച്ച് ഇതേ ഇഷ്യൂ വെച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഇത്ര രോഗികൾ ഇത്ര ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ സയൻസും ടെക്നോളജിയും എങ്ങനെയാണ് ഇതൊക്കെ കഴിഞ്ഞ് അത് ഈ സാധനം തന്നെ വാട്ട് ആർ ദ ഫൈൻഡിങ്സ്, എന്താണ് തോറിയം, എവിടുന്നാണ് ഉണ്ടാക്കുന്നത്, കുറേയൊക്കെ അവിടെയുള്ള രോഗികളുടെ ഡീറ്റെയിൽസും ഇതൊക്കെ. അത് കുറച്ചും കൂടെ മലയാളത്തിൽ വേറെ ആരോ എഴുതിയതാണത്. അപ്പം അതാരെ പ്രസിദ്ധീകരിച്ചിരുന്നത് അവരുടെ ഭാസുരേന്ദ്ര ബാബുവും മൈത്രേയനും കൂടിയാണ് പ്രസിദ്ധീകരിച്ചത്. പുസ്തക പ്രസാധക സംഘം എന്ന് പറഞ്ഞിട്ടുള്ളൊരു. പിന്നെ മാഷ് ഇതിനെ തുടർന്ന് ഭോപ്പാലിലേക്ക് പോകുന്നല്ലേ? ഭോപ്പാൽ ഗ്യാസ് അല്ല, ഇത് തുടർന്നിട്ടില്ല. ഇത് തുടർന്നിട്ട് ഞാൻ പിന്നെ നെക്സ്റ്റ് ഒരു വലിയൊരു പണിയായിരുന്നു. ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്തതാണ് ഇതുവരെ ഉള്ളത്. മറ്റത് വലിയൊരു ടീം ഉണ്ടാക്കിയിട്ട് മൂന്നോളം ഡോക്ടർമാർ പെർമനൻ്റ്, 2-3 കൊല്ലം, പിന്നെ ഒരു സയൻറ്റിസ്റ്റ്, പിന്നെ ഒരു കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ്, പിന്നെ 10-30-40 കമ്മ്യൂണിറ്റി ഫീൽഡ് വർക്കേഴ്സ്, ഇവരൊക്കെ കൂടിയുള്ളൊരു വലിയൊരു സർക്കസ് ആയിരുന്നു. അതിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർ ഉണ്ടായിരുന്നു. അല്ല, കൃഷ്ണയ്യർ അതിൻ്റെ ആ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പം അത് ഈ ചവറ നീണ്ടകരയിലുള്ള 38,000 ജനങ്ങൾ, ചവറ നീണ്ടകര പാലം തൊട്ട് കൊല്ലം ജില്ലയുടെ അറ്റം വരെ അഴീക്കൽ, അവിടെയുള്ള കോസ്റ്റൽ ഏരിയയിൽ ഉള്ള സാധനമാണ് മോണോസൈറ്റ്, ഇൽമനൈറ്റ്, ഇതൊക്കെ. അപ്പോൾ ഈ മോണോസൈറ്റ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ റേഡിയേഷൻ സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലാണ്. എല്ലായിടത്തും റേഡിയേഷൻ ഉണ്ട്. ഇതിനകത്തും മോണോസൈറ്റും യുറാനിയും ഒക്കെ ഉണ്ട് ഈ മണ്ണിൽ. പക്ഷേ അവിടെ സാധാരണ എല്ലായിടത്തേക്കാളും കുറച്ച് കൂടുതലുണ്ട്. ചിലത് കുറച്ച് കൂടുതലുണ്ട്. അത് കരുത്തുറ ഒക്കെ കുറച്ച് കൂടിയ സ്ഥലമാണ്. മുകളിലോട്ട് വടക്കോട്ട് പോകുമ്പോൾ തോറും കുറേ കുറവാണ്. അപ്പം ഇവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാര്യത്തിൽ. കേരളത്തിലും പിന്നെ തമിഴ്നാട് കന്യാകുമാരിയിലും ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഹൈ റേഡിയേഷൻ റീജിയൻസുണ്ട്. ഇതേ സാധനം തന്നെ അവിടെയുണ്ട് കന്യാകുമാരിയിൽ. ഇതിനെക്കുറിച്ചിട്ട് ആണവശാസ്ത്രജ്ഞന്മാർ ഇവിടെ കുറേ വർഷമായിട്ട് ഗവേഷണം നടത്തുന്നു. ഈ ചവറ നീണ്ടകരയും അവിടെയും തമിഴ്നാട്ടിലും. അപ്പോൾ അവരവിടുത്തെ മെഷർമെൻ്റ് ഒക്കെ ചെയ്തു, റേഡിയേഷനൊക്കെ മെഷർ ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന നമ്മൾ കണ്ടിരിക്കുന്ന അത് ആദ്യം അവരാണ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അതനുസരിച്ചിട്ട് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തു, ഒരു ആരോഗ്യ പഠനവും നടത്താതെ കേരളത്തിലെ ഇന്ന സ്ഥലത്ത് കൊല്ലം ചവറ ഗ്രാമങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ വളരെ കൂടുതലാണ്. എന്നിട്ടും അവിടുത്തെ ആൾക്കാർക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നതിന് മുമ്പ് അവർ പോയി സ്റ്റഡി ചെയ്തിട്ടില്ല പ്രശ്നമുണ്ടോ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് നോക്കിയാൽ എന്തെന്ന് ഉണ്ടോ ഇല്ലെന്ന്. അപ്പോൾ അവർ അത് നെക്സ്റ്റ് പറയുന്നത്, അപ്പോൾ പിന്നെ നിങ്ങളെന്തിനാണ് പേടിക്കുന്നത്, ഈ
ന്യൂക്ലിയർ വർക്ക് ചെയ്യുന്നില്ല, റേഡിയേഷൻ വർക്ക് ചെയ്യുന്നില്ല. IREയിലോ അല്ല ന്യൂക്ലിയർ പവർ പ്ലാന്റിലോ തൊഴിലെടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ക്യാൻസർ ഒന്നും വരാൻ പോകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അത് ഇന്ത്യയിൽ മാത്രമല്ല ഉപയോഗിച്ചത്. ഈ ആർഗ്യുമെൻ്റ് അവർ അമേരിക്കയിലും യൂറോപ്പിലും പോലും ഉള്ള സയൻറ്റിസ്റ്റിൻ്റെ ഇടയ്ക്ക് ഇവർ പോയി പറയും, അവരും ഉപയോഗിക്കും. ലുക്ക് അറ്റ് കേരള, ദർ ഇസ് നോ പ്രോബ്ലം. അപ്പോൾ ഞാൻ ഇത് എന്തിനാണ് ലേറ്റസ്റ്റ് ലുക്ക് അറ്റ് കേരള എന്ന് പറഞ്ഞിട്ട് ഒന്ന് നോക്കിയാണ്. അപ്പോൾ ഞാൻ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. അപ്പം ബ്രഹ്മപുത്രൻ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നല്ലൊരു റാഡിക്കൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ശംഭു ഡോക്ടറല്ല, ശംഭു ഈയിടെ മരിച്ചുപോയി. ബ്രഹ്മപുത്രൻ അവരെ ഞാൻ മുമ്പേ ഫ്രണ്ട്സാണ്, ഇടയ്ക്ക് പോവും. ഞാൻ അവിടെ അവരോട് ഈ മെഡിക്കോ ഫ്രണ്ട്സ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ പിന്നെ ഇത് തന്നെ ഓക്യുപ്പേഷണൽ ഹെൽത്ത്, ഇതിൻ്റെ എൻവയൺമെൻറ്റൽ ഹെൽത്ത്, ഇതിനെക്കുറിച്ചൊക്കെ ഞാനും അവരോട് സംസാരിക്കും. അത് ഞാൻ IRE ചെയ്യുമ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പോയി താമസിക്കാനുള്ള ഒരു സ്ഥലമാണത്. അന്ന് ആ സമയത്താണ് ജോൺ അബ്രഹാമും ഒക്കെ ഉണ്ടായിരുന്നത്. ഈ ഇങ്ങനത്തെ അയ്യപ്പൻ, ജോൺ അബ്രഹാം ഇവരൊക്കെ താമസിക്കുന്ന സമയം. അപ്പോൾ അങ്ങനെ അവിടെ ഇവരോടും സംസാരിച്ചു, ഇങ്ങനെ നമുക്ക് ചെയ്തുകൂടെ ഇതെന്ന്. അപ്പം നമുക്ക് നോക്കുന്നൊക്കെ പറഞ്ഞു. ഫണ്ടൊന്നും കിട്ടിയില്ല. ഫണ്ട് കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ സുഗുണൻ ഉണ്ടായിരുന്നു. ഇതൊരു മാഷ് പറഞ്ഞു വരുന്നത് ഈ ഒരു ഡോക്ടേഴ്സിന്റെയും മറ്റുള്ള ആൾക്കാരുടെയും സഹകരണത്തോടെ ഒരു രജിസ്ട്രേഡ് ഓർഗനൈസേഷൻ രജിസ്റ്റർ അതിനകത്ത് ഡോക്ടർമാർ മെമ്പറായിരുന്നു, പിന്നെ മെമ്പറായി. ഇത് പ്രധാനമായിട്ടും കൃഷ്ണയ്യരും അങ്ങനെ 4-5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാളുടെ ഒരു കൊളേഗ്, ഒരു കണ്ടംപററി ഉണ്ട്, ഷംസുദ്ദീൻ കെ മൂസ എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റാണ്, ആലുവയിൽ. വേറൊക്കെ ആയിരുന്നു അതിനകത്തുള്ളത്. തമിഴ്നാട്ടിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു അല്ലേ, ഡോക്ടർ പുകഴേന്തി. ഇപ്പോൾ ഇവരൊക്കെ കൂടെ ഇരുന്നിട്ടാണ് ആ സ്റ്റഡി നടത്തിയത്. ആ സ്റ്റഡി നടത്തിയപ്പോൾ ഇത് വളരെ ക്ലിയറായിട്ട് ഇത് വന്നു. ഇത് വളരെ ക്ലിയറായി, സംശയമൊന്നത്തിന് തീരെ ഇടയില്ലാത്ത വിധം ഇവിടെ ഈ രോഗങ്ങൾ കൂടുതലുണ്ടെന്ന്. അവിടെ ഏത് വിഭാഗം ജനങ്ങളിലാണ് ഈ പഠനം നടന്നത്? കടൽ തീരത്ത് താമസിക്കുന്ന ആൾക്കാരാണ് അധികവും. അതിനകത്ത് ലത്തീൻ കത്തോലിക്കരും അരയന്മാരും, മറ്റു ജാതിക്കാരും ഇടക്കിടക്ക് നായന്മാരൊക്കെ ഉണ്ട് അവിടെ. ജനിതകപരമായ മാറ്റങ്ങൾക്ക് ഉണ്ട് അവിടെ കാണാൻ കഴിഞ്ഞു. ഉണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ ഞാൻ ഈ സ്റ്റഡിയെ ഇവിടെ കാര്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. മലയാളത്തിൽ അറിയിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കാൻ എൻ്റെ ഫൈൻഡിങ്സ് എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല. അതിൻ്റെ ഒരു കാരണം, അന്ന് ഇവിടെ ഈ മൈനിങ്ങിൻ്റെ ലോബിക്കാർ ഇവിടെ വന്നിട്ട് ഇവരെ എങ്ങനെയെങ്കിലും അവിടുന്ന് ഒഴിപ്പിക്കണം എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് അവർ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് അവർക്ക് മൈൻ ചെയ്യാം. ഈ ചവറ നീണ്ടകര ഏരിയയിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ പേപ്പറിലും ഒക്കെ വരുന്നു. അതിനിടയ്ക്ക് എൻ്റെ സ്റ്റഡിയെക്കുറിച്ചിട്ട് അത് മുഴുവൻ വായിച്ചിട്ടുണ്ടാവില്ല അയാൾ. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് കുറച്ചും കൂടി വ്യക്തമായ ഭാഷയിൽ എൻ്റെ ആധികാരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് അന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് മുഴുവൻ അവിടുന്ന് മാറേണ്ടി വരും. അത് കുറച്ചും നല്ലത്. ഞാൻ പറഞ്ഞിരുന്നത് 38,000 പോപ്പുലേഷനാണ്. അതായത് ഒരു 10,000 ഫാമിലീസുണ്ട്. ഒന്നാമത് ആരും മാറ്റമൊന്നും പോകുന്നില്ല. എന്നാലും നമുക്ക് ലേറ്റസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ള സ്ഥലത്തുനിന്ന് മാറ്റാൻ സാധ്യതയുണ്ട്. അതും ഒരു നല്ലൊരു എമൗണ്ട്, ഒരു 2,000-3,000 ഫാമിലീസിനെ മാറ്റുവാണെങ്കിലും കടലിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് കടലിൽ നിന്ന് 1/2 കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പോഴും വലിയ പ്രശ്നമുണ്ടാവും, പിന്നിലോട്ട് പോകുമ്പോൾ. പക്ഷെ അവിടെ അവർ താമസിക്കുന്ന കാലത്തോളം അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുകയില്ലേ? ഒന്നാമത് ബാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നോക്കേണ്ടത്, ഈ നമ്മൾ ഈ 38,000 ജനങ്ങൾ ഇവിടെ ഉണ്ട്. ഈ 38,000 ജനങ്ങളിൽ 21 കുട്ടികൾക്ക് ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരു മംഗോളിസം എന്നും കൂടെ പറയുകയാണ്. അവരുടെ മുഖമൊക്കെ കുറച്ച് മന്ദബുദ്ധിയായിരിക്കും.
അങ്ങനെയുള്ളൊരു രോഗമുണ്ട്. 38,000 ജനങ്ങളിൽ 21 പേര് അവരുണ്ട് ഈ രോഗമുള്ളത്. പിന്നെ അതേമാതിരി ഇതാണ് ഏറ്റവും കൂടുതലുള്ളൊരു രോഗം. അതേമാതിരി തന്നെ മറ്റു പല രോഗങ്ങളും കുറേ നോക്കിയിട്ടുണ്ട്. 10-20ഓളം രോഗങ്ങൾ നോക്കിയിട്ടുണ്ട് അവിടെയും ഇവിടെയും. അതായത് 38,000 ജനങ്ങൾ ഇവിടെ ഈ തെക്ക് കൊല്ലം ജില്ലയിലെ ഈ ആലപ്പുഴ ജില്ലയിൽ മണലിൽ പ്രശ്നമൊന്നും ഇല്ലാത്ത 3 വാർഡുകൾ, അവിടെയാണ് 32,000 ജനങ്ങൾ താമസിക്കുന്നത്. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 21 അവിടെ 5 എണ്ണമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5/32, ഇവിടെ 21/38. അപ്പോൾ ഏതാണ്ട് ഇവിടെ ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞത് 3.5 ഇരട്ടിയോ 4 ഇരട്ടിയോ കൂടുതലാണ്. നിങ്ങൾ ഈ മൊത്തം പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ എത്ര പേരാണ് ആ രോഗം കൊണ്ട് ഉള്ളത്? 21 പേര്. ഈ 21 പേരിൽ 5 പേര് ഇവിടെ എല്ലെങ്കിലും ഉണ്ടാവുമായിരുന്നു, അവിടെയുള്ള മാതിരി. ബാക്കി എത്രയാണ്? 18 പേര്. എത്രയിൽ? 38,000. എൻ്റെ ശാസ്ത്രം അവിടെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇവിടെ കൂടുതലുണ്ട്. അത് സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവൺ ആണ്. അതിൻ്റെ കാരണം അറിയാം, എന്താ റേഡിയേഷൻ. ജനങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് പ്രശ്നം? അവർക്ക് എന്ത് റിസ്ക്കാണ് അവർക്കുള്ളത്? 38,000 ആൾക്കാരിലാണ് 8 പേര്, അല്ല 20 പേര് അല്ലേ? അതിൽ 12 പേര് 13 പേരാണ് എക്സസ് ഇവിടെ ഉള്ളത്. അത്രയല്ലേ ഉള്ളൂ. 33, 13. അപ്പോൾ ഈ 13 ഫാമിലിയിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അപ്പോൾ അത് എൻ്റെ ലോജിക്കലി പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉള്ള സമയത്ത് നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നോക്കണ്ടേ. ഇവരെവിടെ പോകും? ഇവരവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചു എന്ന് വിചാരിച്ചു. സർക്കാരിന് ചിലപ്പോൾ വേണേൽ അതൊക്കെ ചെയ്യാൻ പറ്റും. അത്യം റേഡിയേഷൻ ഉണ്ട്, ഞങ്ങളത് ചെയ്തു, നിങ്ങൾക്ക് അത് തരാൻ ഇത് തരാൻ മാറ്റിപ്പാർപ്പിച്ച് കഴിഞ്ഞാൽ ഇവരുടെ പോകും. എന്ത് പണിയെടുക്കും? മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും പ്രശ്നം അതാണ്. അപ്പം ഞാനെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ കണ്ടത് മുഴുവൻ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതവിടെയുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് വായിക്കാം, നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, എന്തും ചെയ്യാം. ഒരുപക്ഷെ ഇതിനുള്ള പ്രധാനപ്പെട്ടൊരു ഗുണം എന്ന് പറയുന്നത് ചെറിയ അളവിലുള്ള റേഡിയേഷനും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരവിടുന്ന് തള്ളി, ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകണമോ, ഈ കാര്യം ഇതാണ്, ഇത്രയേ ഉള്ളൂ. അതായത് ഇത്രയും കുട്ടികളെ ഈ ഒരു ഫാമിലിക്കുള്ള റിസ്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണത്. പക്ഷെ ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞാണ് ഇത് ഇവർക്ക് അതുള്ളതുകൊണ്ടാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. അത് അപ്പൊ ഈ പഠനത്തിന് ശാസ്ത്ര സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള അംഗീകാരം കിട്ടിയിരുന്നു, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രതികരണം? അവരുടെ അംഗീകാരവും പ്രതികരണമില്ല. അവർ പിന്നെയുള്ള ചർച്ചകൾ എങ്ങനെയാണ് പോകുന്നത്. പിന്നെ വേറൊരു പഠനം വന്നു ഉടനെ തന്നെ, ഇത് പബ്ലിഷ് ചെയ്തതിൻ്റെ അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് ആരോ ഒരാൾ വന്നിട്ട് ഈ കുട്ടികളുടെ ഉമിനീരെന്തോ എടുത്തിട്ട് ഒരു ജനറ്റിക് സ്റ്റഡി നടത്തി. ഒറ്റ ദിവസം കൊണ്ട് നടത്തിയ സ്റ്റഡിയാണ്. അത് ഇവിടെയും മറ്റു സാധാരണ എല്ലായിടത്തേക്കാളും കൂടുതലുണ്ട് ഇവിടെ എന്ന് കണ്ടു. ഇങ്ങനെ വേറെ ഓരോ സ്റ്റഡി ചെയ്യും. പിന്നെ അവരൊരിക്കലും പറഞ്ഞിട്ടില്ല ഇവിടെ ഈ പ്രശ്നം ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്, അതുകൊണ്ട് റേഡിയേഷൻ പ്രശ്നം ഉണ്ടാക്കില്ല. മോഡൽ മാറിയെന്നുള്ള മാത്രമല്ല, ഇപ്പം ഒരു വളരെ ചെറിയ നോ ഡോസ് ഇസ് സേഫ് ഡോസ് എന്നാണ്. ഒരു ഡോസും ഇതില്ലാത്തതാണ്. എത്രയും ആണെങ്കിലും അതിൻ്റേതായ എഫക്റ്റ് ഉണ്ടാകും. ആ ചർച്ചകളിൽ ഇത് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റേഡിയേഷൻ വർക്കേഴ്സ് ബാഡ്ജ് എന്നുള്ള സംഭവം വരുന്നത് ഇതോടുകൂടിയാണ്. അതൊക്കെ പണ്ട് അത് ഇത് ബോംബ് ഉണ്ടാക്കാൻ പഠിക്കുന്ന സമയത്തേ ഉള്ളൂ. 1920-30 ഉണ്ടായിരുന്നത്.